കെ.എം. മാണിയുടെ മണ്ഡലമായ പാലായിൽ IIT-യുടെ തറക്കല്ലിടൽ നാടകം നടത്തി ഖജനാവിന് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയതായി കണ്ടെത്തൽ. സ്വന്തമായി ഭൂമി പോലും ഏറ്റെടുക്കാതെ നടത്തിയ ചടങ്ങിലൂടെ 31 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് അക്കൗണ്ടന്റ് ജനറൽ കണ്ടെത്തി. ജോസ് കെ മാണിയുടെ വികസന നേട്ടമെന്ന നിലയ്ക്കാണ് പദ്ധതിയെ ഉയർത്തിക്കാട്ടിയിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 24-നായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ IIT പാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. എന്നാൽ നിർമ്മാണ ചുമതലയുള്ള കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നടത്തിയ അക്കൗണ്ടന്റ് ജനറലുടെ ഓഡിറ്റിലാണ് ചടങ്ങ് വെറും നാടകമായിരുന്നു എന്ന് കണ്ടെത്തിയത്. സ്വന്തമായി ഭൂമി പോലും ഏറ്റെടുക്കാതെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തറക്കല്ലിടൽ പ്രദർശനം നടത്തിയത്. 31.14 ലക്ഷം രൂപയാണ് തറക്കല്ലിടൽ ചടങ്ങിന് മാത്രം ചെലവായത്. ഇതുകൂടാതെ സർവേ നടത്തിയതിലും ഡെപ്പോസിറ്റ് നടത്തിയതിലും ഉൾപ്പെടെ 10 ലക്ഷം രൂപയുടെ പാഴ്ചെലവ് നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. തറക്കല്ലിടൽ ചടങ്ങിന് വേണ്ടി മാത്രം ആകെ 41.68 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ചുരുക്കം. കെ.എം. മാണി ചെയർമാനായ കോർപ്പറേറ്റീവ് ടയർ ഫാക്ടറി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഭൂമിയിലാണ് IIT-യുടെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. ഇല്ലാത്ത ഭൂമിയിൽ പരിസ്ഥിതാഘാത പഠനം നടത്തി അനുമതി വാങ്ങിയതിന്റെ രേഖകളും ഉള്ളതായി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരാണ് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത്. എന്നാൽ ഭൂമി പോലും ഏറ്റെടുക്കാതെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയ സാഹചര്യത്തിൽ ഇനി പദ്ധതി നടക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കാനായാണ് ഭൂമി ഏറ്റെടുക്കും മുൻപ് തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയതെന്നാണ് IIT പ്രോജക്ട് ഓഫീസർ ജയശങ്കർ നൽകുന്ന വിശദീകരണം. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.